മലപ്പുറം വാണിയമ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചാലിയാറിലെ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് രാവിലെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മറുകരയിലേക്ക് എത്തിക്കാനായത്. കഴിഞ്ഞ ദിവസം കാട്ടിൽ കൂൺ ശേഖരിക്കുന്നതിനിടെയാണ് വാണിയമ്പുഴ ആദിവാസി ഉന്നതിയിലെ ബില്ലി കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാനക്കൂട്ടം പിന്മാറിയതിനു ശേഷം വൈകിട്ടോടെയാണ് മൃതദേഹം മാറ്റാനായത്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മറുകരയിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ചാലിയാറിലെ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് പരാജയപ്പെട്ടു. മൃതദേഹം കരയിലേക്ക് കൊണ്ടുവരാൻ പോയ 7 അംഗ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഡിങ്കി ബോട്ട് ഒഴുക്കിൽപ്പെട്ട് മറിഞ്ഞു. പിന്നെ ഞാൻ കുറെ പേരിൽ കാത്ത് അച്ഛൻ വന്നിട്ടില്ല. ഒരു 4-4 തിരിച്ചാണ് ഞാൻ തെരഞ്ഞു പോയി. തെരഞ്ഞു പോയപ്പോൾ മൂപ്പര് ടോട്ടിൽ ഇങ്ങനെ കിടക്കും. പിന്നെ അവിടുന്ന് ബോഡി എടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ ആന പിന്നെ ഞങ്ങൾ തന്നെ വന്നു. പിന്നെ ബോഡി അവിടെ തന്നെ വെച്ചു. പുഴ കയറാൻ പിന്നെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബോട്ടൊന്നും അക്കരക്കും വിടാൻ പറ്റില്ലായിരുന്നു. പിന്നെ ബോഡി അവിടെ തന്നെ കുറേ വെച്ചു. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ തിരക്കിട്ടു. NDRF വന്നു. തുടർന്ന് ഇന്ന് NDRF, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ സഹായത്തോടെയാണ് ബില്ലിയുടെ മൃതദേഹം പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വാണിയമ്പുഴയിൽ ആദിവാസി ഉന്നതിയിൽ കാട്ടാനാക്രമണം പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ആളുകളെ ഉപദ്രവിക്കുന്നതായിട്ട് അവിടെ ആ ഭാഗങ്ങളുണ്ട്, അല്ലാതെ ഉള്ളതുണ്ട്. ഈ പ്രശ്നം പറയുന്ന ആളുകൾക്ക് വിഷയമുണ്ട്, ആന ഉണ്ടാവലുണ്ട്, പക്ഷെ ഉപദ്രവിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫെൻസിംഗ് ഉണ്ട്. അതുമാത്രമല്ല, കാലവർഷം ശക്തിയാർജിച്ചതോടെ പ്രദേശം വീണ്ടും പ്രളയഭീഷണിയിലുമാണ്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.